എനിക്കറിയില്ലായിരുന്നു അത് പ്രഭാസ് എന്ന് പറയുന്ന ആക്ടറാണെന്നും പ്രഭാസ് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അന്ന്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് പോലും നമ്മളോട് ആൾക്കാർ ചോദിക്കും സിനിമയ്ക്ക് എഡിറ്റ് ചെയ്യാറായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആയിട്ടില്ല എന്ന് പറയും. ഞാൻ സിനിമ ചെയ്യാൻ കാരണം ഉറപ്പായിട്ടും ജിബു ജേക്കബാണ്. ആ വെള്ളിമുഖ എന്നുള്ള പ്രൊജക്റ്റാണ് ഉറപ്പായിട്ടും സിനിമയിൽ വരാൻ കാരണം. ഈ സഡൻ ആയിട്ട് പ്ലേസ് ചെയ്യുന്ന സിനിമ എഡിറ്റർ പെട്ടെന്ന് തീരുമാനിക്കുന്ന ചില സിനിമകളുണ്ടാവും. ഇപ്പോൾ ആൾ മാറി വരിക അല്ലെങ്കിൽ അപ്പോൾ അതിന് ഇപ്പോൾ സൂര്യചേട്ടൻ സ്വയം ചോദിച്ചെടുക്കാറുണ്ടോ എനിക്ക് ഇത്ര സമയം വേണമെന്ന്, അല്ലെങ്കിൽ അതെങ്ങനെ അതിൽ ഇൻവോൾവ് ആകാൻ നമുക്കൊരു സമയം വേണ്ടി വരില്ല, അതിനെങ്ങനെ മാനേജ് ചെയ്യാം? ചില സീക്വൻസുകൾ ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അതായത് ഇവരില്ലാതെ, അതായത് ഡയറക്ടറും റൈറ്ററും ഒന്നും ഇല്ലാതെ ചില സീക്വൻസ് നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൾറെഡി എഴുതി വെച്ചേക്കുന്നതല്ലാത്ത ഒരു വേർഷൻ നമുക്ക് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സീക്വൻസുകളിൽ നമ്മൾ ചോദിക്കാറുണ്ട്, അതായത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സമയം വേണം, അതല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടാൽ നമുക്ക് വേറൊരു പരിപാടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞു സിനിമ ആഗ്രഹിച്ച സിനിമയിലേക്ക് വന്നല്ല, സിനിമയോ അങ്ങനത്തെ ഒരു ഇത് ഗ്രാജുവലി എത്തപ്പെട്ടാന്ന് പറഞ്ഞു. ഒരു മൊമെന്റ് പോലും സിനിമ എന്ന് പറയുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു മനസ്സിലില്ല. നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു മോഹമില്ല ശരിക്കും, ഒരു ഫിലിം എഡിറ്റർ ആവണം എന്നില്ല. എൻട്രി ചെയ്യുന്ന സമയത്തല്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട് പോലും നമ്മളോട് ആൾക്കാർ ചോദിക്കും സിനിമയ്ക്ക് എഡിറ്റ് ചെയ്യാറായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അത് ഒരു സമയം കഴിഞ്ഞിട്ടാണ്. നമ്മളിപ്പോൾ കുറേ പരസ്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സിനിമയിൽ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നി തുടങ്ങി. ആ സമയത്ത് പക്ഷേ അവസരമില്ലായിരുന്നു, നമ്മൾ പിന്നെ സിനിമയിൽ നിന്നൊക്കെ വിട്ടുപോയായിരുന്നു. അപ്പോൾ പിന്നെ കരിയറിൽ സിനിമ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അല്ലാതെ അത് ഉറപ്പായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ കാരണം ഉറപ്പായിട്ടും ജിബു ജേക്കബാണ്. ആ വെള്ളിമുഖ എന്നുള്ള പ്രൊജക്റ്റാണ് ഉറപ്പായിട്ടും സിനിമയിൽ വരാൻ കാരണം. അത് സംഭവിച്ചില്ലേ, വഴിമാറി പോയാനല്ലേ? എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഈസി ആക്കിയത് അതാണ്. നമ്മുടെ കരിയറിലൊരു ടേൺ ഉണ്ടാക്കിയത് ഉറപ്പായിട്ടും വെള്ളിമുഖയാണ്. പരസ്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു, അപ്പോൾ 1000 പരസ്യങ്ങൾ ചെയ്തല്ലേ? ഏതൊക്കെ സെലിബ്രിറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ശരി, നാഷണൽ ബ്രാൻഡുകളിൽ വർക്ക് ചെയ്തപ്പോൾ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാരഗൺ എന്നുള്ള ബ്രാൻഡിന് വേണ്ടി ഹൃതിക് റോഷൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ജോയ ലുക്കാസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, അതായത് 4 ലാംഗ്വേജിലേക്കുള്ളത്. ഇമേജസ് ആഡ് ഫിലിംസ് ആണ് ചെയ്തത്, ദീപു ഷിബോന്തിക്കാട്. അതിൽ മലയാളത്തിൽ നിന്ന് സുരേഷ് ഗോപി ആയിരുന്നു, തമിഴിൽ നിന്ന് മാധവൻ, തെലുങ്കിൽ നിന്ന് അല്ലു അർജുനായിരുന്നു, കന്നഡയിൽ കിച്ച സുദീപായിരുന്നു. അതൊരു ഒരു 16 ദിവസത്തെ ഏകദേശം ഒരു സിനിമ പോലത്തെ ഒരു ഷൂട്ടായിരുന്നു. ഓരോ ലാംഗ്വേജിൽ 4 ദിവസം 5 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നത്തെ എനിക്കൊരു ലൊക്കേഷനിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. അതായത് ഞാൻ അതിൻ്റെ സ്പോട്ട് എഡിറ്റിങ് ചെയ്തിരുന്നു ആ കമ്മീഷനിൽ. അപ്പോൾ അന്ന് ഞാൻ അല്ലു അർജുൻ ആഡിൻ്റെ എഡിറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലു അർജുൻ്റെ ഫാമിലി സുഹൃത്ത് വന്നിട്ട് പുള്ളിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലു അർജുൻ വിളിച്ച് കാണിച്ചു കൊടുക്കണതാണ്. ബാഹുബലി റിലീസായപ്പോഴാണ് മനസ്സിലായത് അത് പ്രഭാസായിരുന്നു അന്ന് വന്നത്. ഓ, അടിപൊളി. അന്നറിയില്ല നമുക്ക്. അത് എനിക്കറിയില്ലായിരുന്നു അത് പ്രഭാസ് എന്ന് പറയുന്ന ആക്ടറാണെന്നും പ്രഭാസ് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അന്ന് ആ സമയത്ത്. പക്ഷെ പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു പരിവേഷം വന്നിട്ടില്ല. കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ആ പഴയ ഫോട്ടോ എടുത്തു. ഫോട്ടോ കയ്യിലുണ്ടോ? ഉണ്ട്, ഫോട്ടോ കയ്യിൽ. അടിപൊളി.